സൗജന്യമെന്നും ഡിസ്കൗണ്ട് എന്നും കേട്ടാൽ ഓടിക്കൂടുന്ന മലയാളിയെ വിദഗ്ധമായി സമർത്ഥമായി പറ്റിച്ച കേസിൽ ഒടുക്കം ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അനന്തകൃഷ്ണനും കെ ആനന്ദകുമാറുമാണ് കേസിലെ പ്രതികൾ. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിപിൻ സി വിജയൻ കൊച്ചിൻ ചെയ്ത്. വിപിൻ, ഈ അടുത്ത കാലത്ത് കേരളം ഞെട്ടിയ ഒരു തട്ടിപ്പ് വാർത്തയാണ് പാതിവില തട്ടിപ്പ് കേസ്. ഇതിൽ 2025 ഫെബ്രുവരിയിലാണ് ഇഡി കേസെടുക്കുന്നത്. ഈ പറഞ്ഞതുപോലെ PMLA ആക്ട് ചുമത്തിയെടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആരൊക്കെയാണ് പ്രതി? ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? ഇഡി എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചത്? സുഹൈൽ, കേരളം ഞെട്ടിയ പാതിവില തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന് സുപ്രധാനമായ ഒരു നീക്കമുണ്ടായിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കലൂരിലെ PMLA കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇഡി ഈ കേസിൽ അന്വേഷിച്ചത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് ഇതിൽ എടുത്തിരുന്നത്. അക്കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായി പരിശോധിച്ചത്. ഇതിൽ 2 പ്രതികളാണ് ഇപ്പോൾ ഉള്ളത്. അനന്തകൃഷ്ണനും കെ ആനന്ദ് കുമാറുമാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ അനന്തകൃഷ്ണന്റെ 4 കോടിക്കും മുകളിലുള്ള സ്വത്തുവകകൾ ഇഡി മരവിപ്പിക്ക് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ഇരുചക്ര വാഹനങ്ങൾ മുതൽ തയ്യൽ മെഷീൻ വരെ പാതി വിലയ്ക്ക് നൽകാം, അതിന് CSR ഫണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ ഒരു തട്ടിപ്പ് കേരളത്തിലാകെ നടത്തിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും ഇതിൻ്റെ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നു. വിവിധ NGO-കളെയൊക്കെ കൂട്ടുപിടിച്ചിരുന്നു, രാഷ്ട്രീയ നേതാക്കളെ കൂട്ടുപിടിച്ചിരുന്നു. ഇങ്ങനെ അവർ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. നമുക്ക് മുക്കിലും മൂലയിലും വരെ ഈ തട്ടിപ്പിന്റെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെ പറ്റിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു സ്വഭാവമുള്ളത്. 650ഓളം കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുമുള്ളത്. 1000-ലധികം കേസുകൾ പോലീസ് ഇതിൽ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വരികയുമാണ്. ഒപ്പം അനന്തകൃഷ്ണൻ ഉൾപ്പെടെ ജയിലിലാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇഡി ഈ കേസ് എടുക്കുന്നതും ഒപ്പം തന്നെ അതിൽ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം നടത്തുകയും ചെയ്തത്. മൂവാറ്റുപുഴ ജയിലിലുള്ള അനന്തകൃഷ്ണനെ അവിടെ എത്തി ഇഡി 1 മാസം മുൻപ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.